Welcome back to 25th day of CBSE Maths Crash Class conducted by Archana Study Center. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നത് സർഫേസ് ഏരിയ വോളിയം എന്ന ചാപ്റ്ററിൽ വളരെ ഡിഫിക്കൽട്ട് ആയ 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നൊരു പുതിയ ലെസൺ ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് നമ്മൾ 3 ടേംസ് ആണ് കേട്ടിരിക്കുന്നത് അല്ലെ, മീൻ, മീഡിയൻ ആൻഡ് മോഡ്. വട്ട് ഈസ് മീൻ? മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ആവറേജിനെയാണ് അല്ലെ. നമ്മുടെ ക്ലാസ്സിൽ ഒരു നമുക്ക് അല്ലെ, നമുക്കൊരു പേഴ്സണലി നമുക്കൊരു 5 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 5 സബ്ജക്റ്റിനും കിട്ടിയ മാർക്കിന്റെ ആവറേജ് എന്ന് പറയുന്നത് ആ ടോട്ടൽ എത്ര മാർക്ക് ഉണ്ട് എല്ലാ സബ്ജക്റ്റിനെയും മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്റ്റ് ആണ് നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം അല്ലെ, മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. അപ്പൊ നമ്മളൊരു ക്ലാസ്സിനെ മൊത്തം മീൻ മാർക്ക് എങ്ങനെയാണ്, ഒരു ആവറേജ് മാർക്ക് എങ്ങനെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? അതായത് ഇപ്പോൾ അതിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനോട് തന്നിരിക്കും. ഇപ്പൊ ഒരു 1 to 20 മാർക്കിന്റെ ഇടയിൽ കിട്ടിയിരിക്കുന്നത് 5 പേരുണ്ട് അല്ലെ. ഫ്രീക്വൻസി എത്ര പേരുണ്ട്? 5 പേരുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. 20 to 30 മാർക്കിന്റെ ഇടയിൽ കിട്ടിയിരിക്കുന്ന ഒരു 7 പേരുണ്ട്. അത് അതിന്റെ ആ ഒബ്സർവേഷന്റെ ഫ്രീക്വൻസിയാണ്. അതുപോലെ 30 to 40 കിട്ടിയിരിക്കുന്നത് 8 പേരുണ്ട്. അത് പറയുന്നത് എന്താണ്? ആ ഒരു ഒബ്സർവേഷന്റെ ഫ്രീക്വൻസി. അപ്പൊ ഈ ഒബ്സർവേഷൻസും ഫ്രീക്വൻസിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മീൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് നമ്മൾ ടേം പഠിക്കുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന ഒബ്സർവേഷനൊക്കെ ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ അതിന്റെ മിഡിൽ ടേമിനെയാണ് എന്ത് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ ഒരു കിട്ടിയിരിക്കുന്ന ഒബ്സർവേഷൻസ് നമ്മുടെ മാർക്കാണെന്ന് കരുതുക. ഒബ്സർവേഷൻസ് ആ മാർക്കുകളെയൊക്കെ ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് മിഡിൽ ടേം വരുന്നതാണ് എന്ത് വരുന്നത്? നമ്മുടെ മീഡിയൻ. അപ്പൊ നമ്മൾ ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്ക് കറക്റ്റ് മിഡിൽ ടേം കിട്ടും അല്ലേ. 9 എന്ന് പറയുമ്പോൾ അതിന്റെ മിഡിൽ ടേം എന്താണ് വരുന്നത്? ഫിഫ്ത്ത് സബ്ജക്റ്റിന്റെ മാർക്കാണ് അല്ലെ. 5th ഒബ്സർവേഷൻ ആണ് നമ്മുടെ എന്ത് വരുന്നത്? കറക്റ്റ് മിഡിൽ ടേം വരുന്നത്. അപ്പൊ ഈവൺ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിലോ കറക്റ്റ് മിഡിൽ കിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ടേം, അതായത് 8 ആണെങ്കിൽ 4th ഒബ്സർവേഷനും 5th ഒബ്സർവേഷനും ഒരു മീൻ എടുക്കും അല്ലെ. ആ 2 ഒബ്സർവേഷൻ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്യും. അതാണ് എന്ത് വരുന്നത്? നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മീഡിയൻ ക്ലിയർ ആയി. എന്താണ് നമ്മുടെ മിഡിൽ ടേം? ഓക്കെ, മീഡിയൻ മിഡിൽ അല്ലേ. അത് നമുക്ക് ഓർത്തിരിക്കാം അല്ലെ. ഇനി എന്തായിരിക്കും മോഡ്? മോഡ് എന്ന് പറയുന്നത് ഏത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മാർക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ ചില റേഞ്ച് ഓഫ് മാർക്ക് ആ ഒരു 30 to 50 നമുക്ക് ഔട്ട് ഓഫ് 50 നമുക്ക് മാർക്ക് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 30 to 40 ഇടയിലുള്ള മാർക്കായിരിക്കും കൂടുതൽ പേർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പൊ അതായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ മാർക്കായിരിക്കും എന്ത് വരുന്നത്? മോഡ് എന്ന് വരുന്നത്. ഏറ്റവും കൂടുതൽ പേർക്ക് കിട്ടിയിരിക്കുന്ന ഒബ്സർവേഷൻ ആണ് എന്ത് വരുന്നത്? മോഡ് എന്ന് പറയുന്നത്. ഈ 3 കൺസെപ്റ്റുകൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്, മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ടൈം ആണ്, മോഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫ്രീക്വൻസി നമ്പർ ഓഫ് ടൈംസ് ഒക്കർ ചെയ്തിരിക്കുന്ന ഒബ്സർവേഷനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രോബബിൾ ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്ത് വരാം. ഓക്കെ, ഫൈൻഡ് ദ മീൻ ഓഫ് ദി ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതായത് 3 to 5 ഇടയിൽ ഒബ്സർവേഷൻ വരുന്ന 5 ടൈംസ് ആണ്. അതുപോലെ 5 to 7 എന്ന് പറയുന്ന ക്ലാസിന്റെ ഇടയിൽ ഒബ്സർവേഷൻ വന്നിരിക്കുന്നത് 10 ആണ്. 7 to 9 ഇടയിൽ ഒബ്സർവേഷൻ വന്നിരിക്കുന്നത് ഫ്രീക്വൻസി വന്നിരിക്കുന്നത് 10 ആണ്. 9 to 11 ഇടയിൽ ഫ്രീക്വൻസി വന്നിരിക്കുന്നത് 7 ടൈംസ് നടന്നിട്ടുണ്ട്. 11 to 13 ഇടയിൽ 8 ടൈംസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന മീനാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെഴുതുക അല്ലെ. ക്ലാസ് ആദ്യം എഴുതുക. ഓക്കെ, 3 to 5, ഓക്കെ, 5 to 7, 7 to 9, 9 to 11, 11 to 30. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ടേം കണ്ടുപിടിക്കണം. ഇതിന്റെ ക്ലാസിന്റെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. 3 to 5 ഒരു പെർട്ടിക്കുലർ ഒബ്സർവേഷൻ അല്ല. അപ്പൊ നമ്മുടെ മിഡിൽ ടേം കണ്ടുപിടിക്കണം. ഓക്കെ, മിഡിൽ ടേം നമ്മൾ അതിന് XI എന്ന് പറയും. മിഡിൽ ടേം, ഇതിന്റെ മിഡിൽ ടേം എന്താ പറയുന്നത്? 4. ഇതിന്റെ അതായത് 3 plus 5/2 ഇതിന്റെ ആവറേജ് 3 plus 5/2 4, 8/2 4 വരും. അതുപോലെ 5 plus 7 വരുമ്പോൾ എന്ത് വരും? 6 വരും, 8 വരും, 10 വരും, then ഇവിടെ എന്ത് വരും? 12 വരും. ഓക്കെ, മിഡിൽ ടേം കിട്ടി അല്ലെ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി അല്ലെ, ഫ്രീക്വൻസി എഴുതാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് FI എന്ന് മാറും. XI ആണിത്, FI ആണ്. ഫ്രീക്വൻസി എഴുതാം. 4 എന്ന് പറയുന്നത് 5 ടൈംസ് വന്നു, 6 എന്ന് പറയുന്നത് 10 ടൈംസ് വന്നു,
8 എന്ന് പറയുന്നത് 10 ടൈംസ് വന്നു, 10 എന്ന് പറയുന്നത് എത്ര ടൈംസ് വന്നു, 7 ടൈംസ് വന്നു, നെക്സ്റ്റ് വന്നത് 8. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എടുത്തെഴുതുക. ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം ആഡ് ചെയ്യണം. അതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 20, 27, 27 പ്ലസ് 8 എന്ത് വരും, 35 വരും. 35 പ്ലസ് 5 40 ആണ് നിങ്ങളുടെ എന്ത് വരുന്നത്, ആഡ് ചെയ്ത് വരുമ്പോൾ ഇതാണ് നിങ്ങളുടെ നമ്പർ ഓഫ് ടൈംസ് ഒബ്സർവേഷൻ. എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലെ? 4 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് വന്നു, 6 10 ടൈംസ് വന്നു, 8 10 7 12 8. അപ്പൊ ടോട്ടൽ ഒബ്സർവേഷൻസ് എത്ര വരുന്നുണ്ട്, 40 വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ xi ഇൻറ്റു fi. നെക്സ്റ്റ് ഇതിൽ എന്താ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ xi ഇൻറ്റു fi. ഈ നമ്പേഴ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. 4 ഇൻറ്റു 5 20, നെക്സ്റ്റ് 60, 80, 70, 12 ഇൻറ്റു 8 എത്രയാണ് വരുന്നത്, 96 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിന് നമ്മളൊന്ന് ആഡ് ചെയ്യണം അല്ലെ? ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്, സിഗ്മ xi ഇൻറ്റു fi. ആഡ് ചെയ്ത് കിട്ടുന്ന സംഭവം സിഗ്മ xi ഇൻറ്റു fi. 80 പ്ലസ് 80 വരും 160. 160 എന്ന് പറയുന്നത് 230 വരും. 230 പ്ലസ് 96 326 ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ അപ്പോ മീൻ എന്ന് പറയുന്നത് x ബാർ എന്ന് പറയുന്നത് സിഗ്മ xi fi ഡിവൈഡഡ് ബൈ n ആണ് നിങ്ങളുടെ മീൻ അല്ലെങ്കിൽ ആവറേജ് വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് വരും, സിഗ്മ xi fi എന്താണ് വരുന്നത്, 326 ഡിവൈഡഡ് ബൈ ഈ ഒരു കോളത്തിന്റെ സം ആണ് സിഗ്മ xi ഇൻറ്റു fi. 326 ഡിവൈഡഡ് ബൈ 40 വരും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 40 അവിടെ നിൽക്കട്ടെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ 32 എത്ര ടൈംസ് പോവും, 32 8 ടൈംസ് പോവും. 6 എത്ര വരും, 1 ടൈം പോവും. 20 എത്ര ടൈംസ് പോവും, 4 5 ടൈംസ് പോവും. ഓക്കെ, ദാറ്റ് ഈസ് 81.5 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഡിവൈഡഡ് ബൈ 10 വരും അല്ലെ? നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ ആൻസർ ബിക്കം 8.15 ആണ് നിങ്ങളുടെ എന്ത് വരുന്നത്, മീൻ വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കായ മീനിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസുമായി പുതിയൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അധികം വൈകാതെ. അതുവരെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യുക, അതുപോലെ ഈ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.